Hi friends, I am Angel. Welcome back to my channel. In this video, I will vlog and transformation video. That video contains video comments Insta messages. One okay, അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും ഡയറ്റിന്റെ വീഡിയോ അത് ഞാൻ അങ്ങനെ ചെയ്തു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ഫേസിൽ കവൾ ഇത്ര തുടുക്കാനായിട്ട് ഞാൻ ചെയ്ത കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ഒരു ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. കവൾ വെക്കാനായിട്ടുള്ള 5 ടിപ്സ് അത് ഞാൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഡയറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാം പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, ഓരോരുത്തർക്കും വണ്ണം വെക്കാനായിട്ട് ശരീരത്തിൽ വണ്ണം വെക്കുന്നില്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണും. ഇപ്പോൾ ചിലർക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് കാണും, ഇപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടായിരിക്കാം. അങ്ങനെ വണ്ണം വെക്കാതിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പല രീതിയിൽ ഓരോ ഹോസ്പിറ്റലിൽ പോയി തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ, വേറെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് വണ്ണം വെക്കാതിരിക്കാനായിട്ടുള്ള അവസാനത്തെ കാരണമായിട്ടാണ് ഞാനിപ്പോൾ ഈ BP യുടെ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അതേ ഇഷ്യൂ ആണെന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡോക്ടറിനെ, നല്ലൊരു ഡോക്ടറിനെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാവുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് എൻ്റെ സ്വന്തം പേഴ്സണൽ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. അത് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ട് റെക്കമെൻഡഡ് വീഡിയോ ആയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതേ ഇഷ്യൂ ആണെന്നുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ ഉപ്പൊന്നും വാരി കഴിച്ച് നിങ്ങൾ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് വണ്ണം വയ്ക്കാതിരിക്കാനായിട്ടുള്ള മറ്റുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ഞാൻ പറയുന്ന ആ ഒരു രീതിയൊക്കെ ഫോളോ ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഡയറ്റിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡയറ്റും കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത്. ഞാൻ രാവിലെ നമ്മൾ സ്വാഭാവികമായിട്ടും കഴിക്കുന്ന പോലെ തന്നെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് അത് കഴിക്കും. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മുട്ട അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം കഴിക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഉപ്പ് നമ്മൾ കഴിക്കുമ്പം നമ്മളത് യൂറിനിൽ കൂടെ നമ്മളത് പാസ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ശരീരത്തിന് പ്രശ്നമാണ്. അതുകൊണ്ട് ഡെയിലി നമ്മളൊരു 2.5 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് മുടങ്ങാതെ കുടിക്കുക തന്നെ വേണം. അപ്പോൾ രാവിലെ ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ കഴിക്കുന്ന അതേ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമാണ് ഒരു വലിയൊരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കുന്നത്. പിന്നെ അതിനോടൊപ്പമാണ്, അതായത് രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു മുട്ട ഒരു ഏത്തപ്പഴം എന്നുള്ള രീതിയിൽ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് പാലും കുടിക്കാറുണ്ട്. പിന്നെ അതിനിടയ്ക്ക് എനിക്കൊരു, കാരണം രാവിലെ ക്ലാസ് ഉള്ളതുകൊണ്ട് മിക്കവാറും ഞാനിതൊരു 8 മണി ആ ഒരു ടൈമിലായിരിക്കും ഞാൻ കഴിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ എനിക്ക് പിന്നെയും വിശക്കും. ആ ഒരു ടൈമിൽ ഞാൻ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും കൂടെ കഴിക്കാറുണ്ട്. ചിലപ്പോൾ രാവിലത്തെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സാൻഡ്വിച്ചോ അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന ചെറിയൊരു സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മൾ നോർമലി കഴിക്കുന്ന നമ്മുടെ ചോറുണ്ടല്ലോ, അത് ഞാൻ നല്ല രീതിയിൽ കഴിക്കാറുണ്ട്. ഉച്ചയ്ക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക. അപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറും നല്ല രീതിയിൽ കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം നമ്മൾ നോർമലി ഞാൻ ചായയാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ ചായയുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട്. പിന്നെ വൈകിട്ട് ഞാൻ നന്നായിട്ട് കഴിക്കും. വൈകിട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 മണി 8:30 ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്. അതിനുശേഷമാണ് ഒരു മുട്ടയും ഒരു ഏത്തപ്പഴം എന്നുള്ള രീതിയിൽ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വൺ ഡേ ഡയറ്റ്. അതിനുശേഷം ഒരു ഗ്ലാസ് പാലും കുടിക്കും. നമ്മുടെ 5 ടിപ്സ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മളൊരു ചാനൽ പരിചയപ്പെടാൻ പോവാണ്. മലയാളം ടെക് വ്ലോഗ്സ് ആണ് ഈ ഒരു ചാനലിൻ്റെ പേര്. ഈ ചാനൽ നടത്തുന്ന ഒരു ചെറിയൊരു പയ്യനാണ്. ഈ ഒരു പ്രായത്തിൽ തന്നെ പിള്ളേർക്ക് എന്ത് സ്മാർട്ടാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊക്കെ ഭയങ്കര അതിശയം തോന്നും. കാരണം അവൻ്റെ പ്രായത്തിലൊന്നും ഇത്ര നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറയുടെ മുമ്പിലൊക്കെ വന്ന് പറയാനുള്ള ധൈര്യം എനിക്കൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു ചാനലിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ DIY തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടിയായിട്ട് നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന രീതിയിൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ ചാനൽ വിസിറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്. വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്ത് രീതിയിലാണ്, ഏതൊക്കെ രീതിയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടാണ് എൻ്റെ മുഖത്ത് ഈ ഒരു മാറ്റം വന്നിട്ടുള്ളതെന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. 5 കാര്യങ്ങൾ ഞാൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമായിരുന്നു. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫേസ് രാവിലെ എഴുന്നേറ്റതിന് ശേഷം പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് രാവിലെയും അതുപോലെ തന്നെ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പും നല്ല രീതിയിൽ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകും. മുഖം കഴുകുന്നത് നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ഇട്ടിട്ട് ജസ്റ്റ് ആ ഒരു സെക്കൻഡിൽ തന്നെ അങ്ങ് കഴുകിക്കളയുമല്ല. ഏകദേശം ഒരു 2 മുതൽ 5 മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് മുഖം നല്ല രീതിയിൽ മസാജ് ചെയ്യും. അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഏകദേശം ഒരു 2-3 മാസത്തോളമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ചെയ്യുന്നൊരു കാര്യമാണത്. നമ്മുടെ നിങ്ങളുടെ ഫേസിന് ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷ്, ഞാൻ യൂസ് ചെയ്യുന്നത് ബയോട്ടിക്കിൻ്റെ ഹണിയുടെ ഫേസ് വാഷാണ്. എൻ്റെ മുഖത്തിന് അതാണ് ആപ്റ്റം. കാരണം എൻ്റെ മുഖം ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ ഹണിയുടെയാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മുടെ സ്കിൻ കുറച്ച് സ്മൂത്ത് ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്
വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. ചുമ്മാ കഴുകി കളയരുത്. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ 2 മുതൽ 5 മിനിറ്റ് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ട രീതി എന്നുള്ളത് ഞാൻ ഉടനെ കാണിച്ചു തരാം. അങ്ങനെ രാവിലെയും വൈകിട്ടും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 1-2 ദിവസം ചെയ്താൽ പോരാ, കാരണം നമ്മുടെ ഫേസ് ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് മുഖമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരാനായിട്ട് നല്ല രീതിയിൽ ടൈം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ഞാൻ ഏകദേശം 3-4 മാസമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായാലും ഫോളോ അപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്. ഇത് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ എങ്ങനെയാണ് ഫേസിൽ നമ്മൾ മസാജ് ചെയ്യുന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ എൻചാൻറ്റിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മോയ്സ്ചറൈസർ ക്രീം ഇല്ലെങ്കിലും സാരമില്ല, നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ രാത്രിയിൽ ഉറങ്ങാനായിട്ട് കിടക്കുന്നതിന് മുൻപ്, അതായത് ഈ പറയുന്ന ഫേസ് വാഷ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ക്രീം എടുത്തിട്ട് കവിളിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അതായത് നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് താഴത്തുനിന്ന് മുകളിലോട്ടാണ്. താഴത്തുനിന്ന് മുകളിലോട്ട് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു സെൽസിന് കാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിലൊരു മസാജ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മോയ്സ്ചറൈസർ ക്രീമോ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. അത് ഏകദേശം നമുക്ക് ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ചെയ്യണം. ആ രീതിയിൽ ചെയ്യുന്നത് നന്നായിട്ടിരിക്കും. അടുത്തതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് 3 ടിപ്സ് ആണ്. പക്ഷേ ആക്ച്വലി ഉണ്ടല്ലോ, അതെന്ന് പറയുന്നൊരു എക്സസൈസ് ആണ്. നമുക്ക് ഒട്ടുമിക്കവർക്കും അറിയായിരിക്കും. എനിക്ക് ഈ ഒരു എക്സസൈസ് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു തരുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഈ ഒരു ഐഡിയ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ, അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ആൻറ്റിക്ക് ഇപ്പോൾ ഏകദേശം ഒരു അമ്മയുടെ അതേ ഏജ് തന്നെയാണ്. അമ്മയുടെ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരു ആൻറ്റിയാണ്. പക്ഷെ ഇപ്പോഴും പുള്ളിക്കാരത്തിയുടെ ഫേസ് ഉണ്ടല്ലോ നമ്മുടെ സാധാരണ ചെറുപ്പക്കാരുടെ പോലെ തന്നെ ഇരിക്കുന്നത്. കാരണം വെച്ചാൽ ഫേസൊക്കെ നല്ല കവിളൊക്കെ നന്നായിട്ട് തുടുത്ത് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഫേസ് ഇങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ആൻറ്റി അടുത്ത് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞത് എപ്പോഴും കുളിക്കുമ്പോൾ, അത് 1-2 നാളല്ല, ഇത്രയും വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ആൻറ്റി ചെയ്തുകൊണ്ട് വരുന്ന ഒരു മെത്തേഡാണിത്. നമ്മൾ കുളിക്കുമ്പോൾ ഫേസിൽ എപ്പോഴും നമുക്ക് കവിളിൽ എപ്പോഴും വെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുളിക്കുക. അപ്പോഴെന്താ പറയുക, നമ്മൾ കുളിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേസസിൽ നമ്മുടെ ശരീരത്തിലുള്ള സെല്ലെല്ലാം കുറച്ച് ലൂസായിട്ട് വരുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മൾ നോർമലി ഇങ്ങനെ വായിൽ ഇങ്ങനെ വെള്ളം കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ കുളിക്കുന്ന സമയത്താണ് നമ്മൾ വായിൽ വെള്ളം കൊള്ളുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾക്ക് കവിളിൽ വെക്കാനായിട്ട് നമുക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ഇനി സെക്കൻഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വായിൽ വെള്ളം ഒഴിച്ചിട്ട് 2 സൈഡിലും ഈക്വൽ ആയിട്ട് കൊടുക്കുക. അതായത് ഇത് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മാത്രം ചെയ്തിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം നാൾ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ കവിള് വരുന്നത് അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക തന്നെ വേണം. എന്നാലും നല്ല രീതിയിൽ നമുക്ക് കവിളിലൊക്കെ ഒരു തുടുപ്പ് വന്ന് മുഖം നല്ല രീതിയിൽ ഇരിക്കുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ചെറിയൊരു ഫേസ് മസാജിങ് ആണ്. നമ്മൾ വെറുതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഒരുപാട് വലിക്കരുത്, കാരണം ഒരുപാട് വലിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒരു ഏജ് ആയി കഴിയുമ്പോൾ കവിളിങ്ങനെ തൂങ്ങാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യരുത്. ചെറിയ രീതിയിൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിയാനായിട്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കവിള് വയ്ക്കും. ആ ഒരു രീതിയിലുള്ളൊരു ഫേസ് മസാജ് ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അത്ര വലിയ വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല, ഇതൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കും തിരക്കിലാണെന്നറിയാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീട് ആരുടെയാണെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ആശുബ്രോയുടെ വീടാണ്. പുള്ളി സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പടിക്കിയ വീടാണ്. പുള്ളി അല്ലേ, അതിന് അങ്ങനെയല്ലേ ചേട്ടാ പറയുക? സെയിലറാണ് പുള്ളി, സെയിലറാണ്. അടിപൊളിയായിട്ട് വീടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ആശൻ ചേട്ടൻ്റെയാണ് ഈ വീട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഏഞ്ചൽ. ബൈ ബൈ.